ഹൈ ഗൈസ്, വെൽക്കം ടു അബി വ്ളോഗ്സ്. നമ്മളിന്ന് നമ്മളെ ബിഗ് ബ്രദറിൻ്റെ ഞങ്ങളെ എല്ലാവരുടെയും ബിഗ് ബ്രദറിൻ്റെ ഒരു ആ സാധനത്തിൻ്റെ പേരെന്തൊരു സംരംഭം ഉദ്ഘാടനത്തിന് പോവുകയാണ്. ആക്ച്വലി ഞാൻ മാത്രമല്ല, ഞങ്ങളിവിടെ അടുത്ത ബ്രോ ഡ്രൈവിംഗ് ആണ്. ഞങ്ങളെ അല്ല, അത് റെസ്റ്റോറൻ്റ് ആണ്, നമുക്ക് ബേക്കറിയിൽ വേണം പോകാൻ. ഓക്കെ, പ്ലീസാ അതും പറ്റില്ല. ഓക്കെ, ഈ സംരംഭം ഉദ്ഘാടനത്തിന് ഞങ്ങളെല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം എത്തി, ബട്ട് നമുക്ക് കുറച്ച് പണിയുണ്ട്. ആക്ച്വലി സ്ഥലം എത്തി, ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുമ്പോൾ കാണിച്ചു തരാം. അത് നമ്മളിവിടെ ഇപ്പോൾ അടുത്ത ആള് ആഡ് ആയിട്ടുണ്ട്. പറയൂ അഖിൽസാൻ്റെ ഈ സംരംഭത്തിനെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? തെണ്ടിത്തരം മാത്രമേ കയ്യിലുള്ളൂവെങ്കിലും ആള് വാരാമാ ചെറ്റയാ. നല്ല അഭിപ്രായം. ആദ്യമായിട്ടല്ലേ ഒരു ഇനോഗ്രേഷൻ തുടങ്ങാം. ആക്ച്വലി നമ്മളാണ് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോണത്. മെയിൻ ആൾ ഇതായിരിക്കുന്നുണ്ട്. എന്താണ് പറയാനുള്ളത് ഈ സംരംഭത്തിനെ കുറിച്ച്? സ്ക്രിപ്റ്റ് തരാം, അതേപോലെ പഠിച്ചു പറയാം. ബാക്കിനെന്താണ് പറയാനുള്ളത്? ഇത് വളരെ നല്ലൊരു പിന്നെ ഡ്രൈവിങ്ങിനായോണ്ട് പിന്നെ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം കുറച്ച് പണിയുണ്ട്. നമുക്ക് കുറച്ച് സ്നാക്സും സാധനങ്ങളൊക്കെ പറക്കാൻ പോണം. അതുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. Guys, we reached our first location. സ്ഥലം എവിടെയാണ്? അതല്ല ഇവിടെ എവിടെ ഒരു കടയാണ്, നമുക്ക് കട കിട്ടിയിട്ടില്ല. ടെറർ ലുക്കിൽ ബേക്കറി ഇല്ലേ? ബാക്കിലാണോ? ഓ, അവിടെയാണല്ലേ. ഏസ് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ അവിടെയാണ്, യാമീസ് ബേക്കറി. വേണ്ട, ഇതെൻ്റെ അനിയൻ, അതെൻ്റെ കസിൻ ബ്രദർ. എന്താ വേങ്ങടാ? Yeah, pups. We got it. And pups. First location reach. Second location. Yeah, we going to reach. അല്ല, നമ്മൾ എന്തോ ആവശ്യത്തിന് നമ്മൾ അയൽച്ചേൻ്റെ ഇവിടെ തന്നെ ഈ വഴി എന്തിനോ വന്നിട്ടുണ്ട്. We reached our second location. അതോ അവിടെ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ചുമ്മാ അല്ല നമ്മൾ കാണാത്തത്. ഐശ്വര്യ ബേക്കറി എന്ന് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. We reached our second location. ഐശ്വര്യ ബേക്കറി. കുണിയും പോണുണ്ട്. നെക്സ്റ്റ് സാധനം ലഡു.
എല്ലായിടത്തും ഇവരൊക്കെ തന്നെ. ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് ഈ വിട്ട് കാണിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഹാപ്പനിങ് ആയിട്ടുള്ള വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. കുറച്ച് കഴിയുമ്പോൾ നല്ല ഹാപ്പനിങ് വരും, അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് വരാം. ഒരു വിധം റീച്ച് അവർ ലൊക്കേഷൻ എടുക്കണോ? ഓക്കെ, ഞാൻ കാണിക്കാം. ആക്ച്വലി ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇതാണ് നമ്മൾ ഉദ്ഘാടിക്കാൻ വന്ന സംരംഭം. നമുക്കിനി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മേളിലോട്ട് പോകണം. I will take the lead. ഗൈസ്, സംരംഭത്തിൻ്റെ മുതലാളി ഭയങ്കര ബിസി. അതാണ് സംരംഭത്തിൻ്റെ മുതലാളി, ഭയങ്കര ബിസി. നമ്മളിത് മൈൻഡ് വരെ ചെയ്യണ്ട അല്ലേ? അതല്ലേ നമ്മളെ മൈൻഡ് ചെയ്യല്ലോ സംരംഭത്തിന്റെ മുതലാളി. എടാ, ഞാനൊരു അംബാനി ആവുന്ന നിനക്ക് ഇഷ്ടമല്ല. ഞാൻ എന്ന് നിന്റെ കൂടെ ഇങ്ങനെ ഇംബാനിയായിട്ട് നടക്കാം. It will happen. ഇനാഗുറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ആട് കഴിഞ്ഞാൽ പൂരപ്പറമ്പ് വരെയായി. ഒരുത്തൻ ബലൂണിൻ്റെ ബാക്കി വിളിച്ചിരിക്കുന്നു. ഇറ്റാലിയൻ മസാജ്, കമോൺ മാക്ക്. നേരത്തെ പറയാമെന്നുണ്ട്, പറഞ്ഞില്ല. ഈ സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ സ്ഥാപനം നല്ല നല്ല ഉയരങ്ങളിലെത്തട്ടെ. കേട്ടില്ല, ഇത് കേൾക്കും, ഇതൊക്കെ കേൾക്കും. നന്നായി, നല്ല സംരംഭമായിട്ട് രണ്ട് വാക്കായി. സേവ കൺസ്ട്രക്ഷൻസ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നമ്മുടെ എല്ലാവരുടെയും ബിഗ് ബ്രദറാണ് തുടങ്ങിയിരിക്കുന്നത്. ഇത് ആക്ച്വലി എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചത്. അയ്യോ, അവിടെ ആക്ച്വലി പട്ടിയൂർക്കാവ് ജംഗ്ഷനാണ്. പട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് നെട്ടയത്തോട്ട് പോണ വഴിക്ക് ഇവിടെ ഒരു കേക്ക് ടൂൾസ് എന്ന് പറഞ്ഞ കടയുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളിപ്പോൾ നിൽക്കണത്. ഓക്കെ, അവിടെയാണ് പരിപാടി. ഇനി ബാക്കി അകത്ത് എന്തെങ്കിലുമൊക്കെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു. ഹായ്, യൂട്യൂബിലെത്തൊക്കെയുണ്ട് ഈ സംരംഭത്തിനെ കുറച്ച് രണ്ട് വാക്ക്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. രണ്ട് വാക്ക് ഈ സംരംഭത്തിനെ കുറിച്ച്. പുതിയ സംരംഭം തുടങ്ങിയത് വലിയ കാര്യമാണ്. ഗവ കൺസെഷന് എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ നിങ്ങൾ ഏവർക്കും സന്ദർശിക്കാം, ഇവിടെ വന്ന് പരിചയപ്പെടാം. കൺസ്ട്രക്ഷൻ വർക്കുകളുണ്ടെങ്കിൽ പറയുക. എല്ലാ മംഗളാശംസകൾ നേരുന്നു.
ബിഗ് ബ്രദറിന്റെ അമ്മ. എൻ്റെ മോനാണ് ഹെവ കൺസ്ട്രക്ഷൻസ് കമ്പനി നടത്തുന്നത്. പ്ലാൻ വരച്ച് 1 വർഷമായിട്ട് പ്ലാനൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പ്ലാൻ വരച്ച് ലൈസൻസ് എടുത്തു കൊടുക്കുകയും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്ക് ഏറ്റെടുത്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. കീ കൊടുക്കുന്നത് വരെയുള്ള കംപ്ലീറ്റ് പ്രോസസ്സുണ്ട്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഓക്കെ പറയാം. ആർക്കും ശരി. ഇതിൻ്റെ അകത്ത് ഇത്രയും പരിപാടികളുണ്ട്. ബിൽഡിംഗ് പ്ലാൻ അപ്രോവൽസ്, കൺസ്ട്രക്ഷൻ ആൻഡ് കോൺട്രാക്ടിങ്, റിനോവേഷൻ ഉണ്ട്, ആർക്കിടെക്ചറൽ 3D ഡിസൈനിങ്, സ്ട്രക്ചറൽ ഡിസൈനിങ്, ടെർക്കനിങ് പ്രോജക്റ്റ്. അതായത് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ പരിപാടിയും ചെയ്തു കൊടുക്കും. എസ്റ്റിമേഷൻ ചെയ്തു കൊടുക്കും. ആക്ച്വലി ഓണർ അവിടെ നിൽക്കുന്നുണ്ട്. നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഓണർ കുറച്ച് കഴിഞ്ഞ് മേളിലോട്ട് കയറി വരും. അപ്പോഴും ഞാൻ കാണിച്ചു തരാം. പുള്ളിക്കാരനെ കുറച്ചും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, എല്ലാം സെറ്റാക്കാം. ഹൈ ഗൈസ്, നമ്മൾ ഹെവ കൺസ്ട്രക്ഷൻ്റെ ഓണറിൻ്റെ സീറ്റിലാണ്. ഓണറിനെ അതുകൊണ്ട് അങ്ങോട്ട് മാറ്റി ഇരുത്തിയിട്ടുണ്ട്. ഓണർ, ഈ സംരംഭത്തിനെ കുറിച്ച് 2 വാക്ക്. അയ്യോ, അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ ഞാനെന്താ പറയാ. ഈ ബ്ലോഗർ അഭിരാമ എൻ്റെ അനിയനാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ കണ്ണു തെറ്റിയാൽ കണ്ണിലെ കൃഷ്ണമണി വരെ കട്ടോണ്ട് പോകുന്ന പെരുങ്കള്ളൻ, വേഷം മാറി എന്ത് വേഷം കെട്ടും കാണിക്കുന്ന വെറും വൃത്തികെട്ടവൻ. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, അദ്ദേഹം ഇന്ന് പുതിയൊരു മനുഷ്യനാണ് എന്ന് പറയുന്നു. കസിൻ അനിയനാണ്, ഇതും എൻ്റെ കസിൻ അനിയന്മാരാണ്. നമ്മളൊരു പുതിയ സ്റ്റാർട്ടപ്പ് അതാണ് സ്ക്രിപ്റ്റ് ഒന്നും ചെയ്യാത്തുണ്ട്. നമ്മൾ ട്രിവാൻഡ്രത്താണ് കമ്പനി മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മൾ വീടിൻ്റെ ഒരു പ്ലാനിങ്ങും ഡിസൈനും കസ്റ്റമറിന് ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള രീതിയിൽ ഡിസൈനും പ്ലാനിങ്ങും പിന്നെ വാസ്തുപരമായിട്ട് നമ്മൾ പ്ലാനും സ്കെച്ചും എല്ലാം തയ്യാറാക്കും. അതിനുശേഷം അവർക്കൊരു റേറ്റ്, ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ആ സ്ക്വയർ ഫീറ്റ് റേറ്റിനകത്ത് നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത് എല്ലാം നമ്മൾ കമ്പനി മീൻസ് ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് നമ്മുടെ ബ്രോഷറിനകത്തുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മെറ്റീരിയൽസും എല്ലാം കസ്റ്റമറുമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ വർക്കായിട്ട് ചെയ്യും. ഇല്ല അവർക്ക് പ്ലാന് മാത്രം മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ അതും ആ രീതിയിലും എന്തായാലും എല്ലാം കസ്റ്റമറിൻ്റെ നീഡാണ്, അവരുടെ ആവശ്യമാണ്. അവർക്കിപ്പോൾ ജസ്റ്റ് പ്ലാനിൻ്റെ പെർമിറ്റ് മാത്രമാണ് ആവശ്യമെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള പ്ലാന് നമ്മൾ പെർമിറ്റ് എടുത്ത്, ഗവൺമെൻറ് പെർമിറ്റ് എടുത്ത് അവർക്ക് വീട് വയ്ക്കാൻ ഉള്ള രീതിക്ക് പെർമിറ്റ് എടുത്ത് കൊടുക്കുന്നതായിരിക്കും. കെ സ്മാർട്ട് വഴിയാണ് നമുക്ക് വളരെ ചുരുക്ക സമയം കൊണ്ട് തന്നെ ഇപ്പോൾ കെ സ്മാർട്ട് വഴി പ്ലാൻ അപ്രൂവ് ആയി കിട്ടുന്നതായിരിക്കും. അങ്ങനെ പിന്നെ ഇപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ ഓൾറെഡി ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള പെർമിറ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അത് വെച്ചിട്ട് അതുപോലെ ബിൽഡിങ് ചെയ്തു കൊടുക്കാനും പറ്റും. അല്ല പണ്ടത്തെ വീടിൻ്റെ റെനോവേഷൻ ആണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ റെനോവേഷൻ വർക്ക് ചെയ്യും. പിന്നെ എന്തെങ്കിലും പെൻഡിങ് ഇഷ്യൂസ്, ഗവൺമെൻറ് പരമായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ TC നമ്പർ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ സെറ്റ് ബാക്കിൻ്റെ ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഏരിയ എക്സ്ട്രാ പെർമിറ്റിലുള്ളതല്ലാതെ, പെർമിറ്റിൽ എക്സാമ്പിൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ നമ്മളത് വച്ചപ്പോൾ ഒരു 1100 സ്ക്വയർ ഫീറ്റ് ആയിപ്പോയി. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത്, അത് കാരണം TC നമ്പറൊന്നും കിട്ടാത്ത ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ A to Z. പിന്നെ 3D ഡിസൈൻ ആണെങ്കിൽ 3D ഡിസൈൻ. അങ്ങനെ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരു ബിൽഡിംഗ് ചെയ്യുമ്പോൾ വരുന്ന A to Z എല്ലാ കാര്യങ്ങളും, എല്ലാത്തിൻ്റെ സൊല്യൂഷൻ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. പിന്നെ സ്ട്രക്ചറൽ ഡ്രോയിങ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ന്യായമായിട്ടുള്ള റേറ്റിന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതും നല്ല ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസിന് കസ്റ്റമേഴ്സിൻ്റെ നീഡ് അനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഓണറിന് പറയാനുള്ള നമ്മൾ കേൾക്കും. ഇനി നമുക്ക്
ഓക്കെ, അത് നിങ്ങളുടെ വീട് വർക്ക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളുടെ ഏറ്റവും ഇഷ്ടം എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിരിക്കാം. നിങ്ങളത് കണ്ട് വിളിച്ച് നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ ചെയ്താൽ മതിയാവും. ഓക്കെ, ഇന്നത്തെ വ്ളോഗ് അത്രയും വലിയ വ്ളോഗല്ലെന്ന് എനിക്കറിയാം, വലിയ വ്ളോഗല്ലെന്നറിയാം. ഞാൻ കുറേ നാളെ വെളിയിലിറങ്ങി വ്ളോഗ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.